ഗന്ധകശാല അരി വറുത്ത് പൊടിച്ചതിനോട് എള്ളും ശർക്കര പാനിയും ചേർത്ത് മിക്സ് ചെയ്ത് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്ത എള്ളപ്പാണ്. ഇത് മഴക്കാലത്ത് ചായക്കൊപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ രുചി അങ്ങോട്ട് ഇരട്ടിയാകും. ഈ പലഹാരം പണ്ട് കാലത്ത് വിശേഷ ദിവസങ്ങളിലും പ്രത്യേകിച്ച് മഴക്കാലത്തും ഒരുപാട് ഉണ്ടാക്കുമായിരുന്നേ. അന്നും ഇന്നും എപ്പോഴും ഇതിൻ്റെ രുചി അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയാണ്. നമുക്കിത് പറഞ്ഞാൽ അറിയില്ല, കഴിച്ചു നോക്കിയത് തന്നെ അറിയുള്ളൂ. ഇതങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടനേരത്തും അതുമാത്രമല്ല ചായക്കൊപ്പം ഒക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ്. അതുമാത്രമല്ല ഇത് നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. പണ്ട് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ ഉണ്ടാക്കിയിരുന്നു. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗന്ധകശാല അരിയാണ്. ഇത് കണ്ടില്ലേ, ഇത് ഗന്ധകശാല അരി. ഇതിൽ ഒരു നാഴി അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ. ഇത് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് കുതിർന്ന് വന്നോളും. അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇട്ട അരിക്ക് നമ്മൾ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉലുവയാണ് ഇടുന്നത്. അപ്പം ഈ ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ പലഹാരങ്ങൾക്കൊക്കെ ഒരുപാട് ടേസ്റ്റ് കിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും കിട്ടും കേട്ടോ. എന്താണെങ്കിലും ഉലുവ ഇട്ടിട്ടുണ്ട് 1 സ്പൂണ്. അപ്പോൾ ഇനി അതങ്ങ് നമുക്ക് വെയിറ്റ് ചെയ്യാം, കുതിരട്ടെ. എന്താണെങ്കിലും 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നല്ല റെഡി ആയിട്ട് ഇവിടെ ഞാനിത് വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതോടൊപ്പം തന്നെ നമ്മുടെ അരിയും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇത് വെള്ളം നന്നായിട്ട് വാർത്തെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല, എന്നാലല്ലേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം മിക്സിയുടെ ഫസ്റ്റ് ജാറിൽ തന്നെ നമുക്ക് എടുത്ത് നന്നായിട്ട് ഇത് പൊടിക്കാം. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് വാർന്നു, ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നന്നായിട്ട് അങ്ങ് ഉണക്കിയെടുക്കുക, എന്നാലാണ് നല്ല പൊടിഞ്ഞങ്ങ് കിട്ടത്തുള്ളൂ. അപ്പം ഇത് നമുക്കിനി പൊടിക്കാവേ. അപ്പോൾ ഈ ഒരു ഗന്ധകശാല അരിയുടെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് നല്ല ഒരു ടേസ്റ്റാണ് ഉള്ളത്. മറ്റുള്ള അരിപ്പൊടിയേക്കാളും ഒക്കെ നല്ലൊരു ടേസ്റ്റാണുള്ളത്. അപ്പം ഇതിൻ്റെ പലഹാരം കഴിച്ചവർക്കറിയാം ഇതിൻ്റെ രുചി അത്ര തന്നെ രുചിയുണ്ട്. എന്താണെങ്കിലും ഈ അരി എടുത്തിട്ട് നമുക്ക് ജാറിലേക്ക് ഇടാവേ. അപ്പോൾ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ഇനി ചേർക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിക്കാം. ഇത് നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് പൊടിക്കുക. പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ തരിയൊക്കെ ഇത്തിരി ഉണ്ടെങ്കിലും അത് പ്രശ്നമില്ല. കാരണം ഈ പലഹാരത്തിന് ഇത്തിരി തരിയുള്ളത് നല്ലതാണ്. അപ്പം ഇത് നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ല, ഒരു നല്ലൊരു ചുമന്ന കളറൊക്കെ ആയിട്ട് നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അത് വറുത്തെടുക്കണം. പൊടി വറുത്തെടുക്കുക എന്നതാണ് ഇനി അടുത്ത ഇത്. അപ്പോൾ പൊടി നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കുക. നിർത്താതെ ഇളക്കണം, അതായത് കരിഞ്ഞു പിടിച്ച് പോകാൻ പാടില്ല. അപ്പോൾ നിർത്താതെ നമുക്കിനി ഇത് ഈ പൊടി അങ്ങ് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ഞാൻ പറയാൻ വിട്ടു, ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് പൊടിഞ്ഞാൽ മതി മിക്സിയിൽ. കാരണം ഇതിന് തരി ആവശ്യമായതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഏകദേശം റെഡ് കളർ ചെയ്ത് ചുമപ്പ് കളർ ചെയ്തതിൽ നന്നായിട്ട് ഒരുവിധം ഇതായി വന്നിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, അപ്പോൾ ആ തരിയാണ് കട്ടയായിട്ട് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഈ പലഹാരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ. 200 ഗ്രാം എള്ള് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര, നമുക്ക് ഇതിലേക്ക് എത്രത്തോളം മധുരത്തിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര എടുക്കുക. ഇവിടെ ഞാൻ 3 വലിയ ശർക്കര ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഈ ശർക്കര നമുക്കൊന്ന് പാനിയാക്കണം. അപ്പം തിളച്ച വെള്ളത്തിലേക്ക് വെല്ലം അല്ലെങ്കിൽ ശർക്കര ഇടുന്നു. ഇത് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഏലവും ജീരകവും കൂടി വറുത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പം ഇതിനി ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് എല്ലാ മിക്സും ചേർത്തിട്ടുണ്ട്. അതായത് വറുത്ത് പൊടിച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ചുക്കുപൊടിയും അതുപോലെ തന്നെ ഏലവും ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തിളച്ച് വരുന്ന വെള്ളപ്പാനി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈയെടുക്കാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അതായത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് കണ്ടില്ലേ, നല്ല എള്ളെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ല റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല തിളച്ച
പാന് നല്ല തിളയ്ക്കണം. ആ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തെറ്റാൻ പാടില്ല. ഇതിൻ്റെ പാകം എന്ന് പറയുമ്പം ഇതാണ്, കണ്ടില്ലേ? ഈ ഇളക്കുമ്പോൾ നല്ലൊരു ബോളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മളിനി ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇതിലേക്ക് മാറ്റുകയാണ്. ഇതില്ലേ, ചെറിയ ഉണ്ടകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചൂടാക്കാം. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ സ്പീഡിൽ നമ്മളങ്ങ് അപ്പം അങ്ങ് ചൂടുകയാണ്, കണ്ടല്ലേ? ഇത് നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാകും. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ എള്ളപ്പം എങ്ങനെ വേണം. ചിലപ്പം ചിലവർ അതിലിങ്ങനെ ഉരുളകളാക്കിയിട്ട് ചെറിയ ഉരുളാക്കാം, അല്ലെങ്കിൽ നീണ്ടിട്ട് നമുക്കിങ്ങനെ വട്ടം വട്ടമായിട്ട് ചുറ്റിയെടുക്കാം. നമ്മുടെ ഭാവന അനുസരിച്ച് ഇനി എന്ത് ഷേപ്പ് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഇതാ തിളച്ച വെളിച്ചെണ്ണയിലേക്ക്, അതും പ്രത്യേകിച്ച് നാടൻ വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നു, കണ്ടില്ലേ? ഇതിവിടെ എളുപ്പത്തിൽ ഇത് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങ് വാങ്ങണം, കരിഞ്ഞു പോകാനേ പാടില്ല. അതുപോലെ തന്നെ എള്ളപ്പം ഒരുവിധം ഇവിടെ നല്ല ചുമന്ന് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്ത നല്ല ടേസ്റ്റോട് കൂടിയ എള്ളപ്പം. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് അത്രയല്ല, നമുക്ക് ബാക്കിയും കൂടെ ഇനി ചുട്ടെടുക്കാവേ. അതും ഇങ്ങനെ തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുത്താം. ചെറുതാക്കാം, അതുപോലെ തന്നെ വലുതാക്കാം, അതുപോലെ തന്നെ രൂപത്തിൽ മാറ്റം വരുത്താം. അപ്പം ഇവിടെ ഇതാ എള്ളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.